പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് 2 കൊരിന്ത്യർ 11-ന്റെ 2-3 വാക്യങ്ങളാണ്. We were meditating on 2 Corinthians 11, 2 and 3. നമ്മൾ കണ്ടത് കർത്താവ് ഒന്നുകിൽ നമ്മളുടെ കർത്താവായിരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് ആരും ആയിരിക്കുകയില്ല. What we were thinking on was either the Lord will be our Lord or he will not be our Lord at all. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെക്കുറിച്ചുള്ള സകല ഉത്തരവാദിത്വവുമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ അധിപനായിട്ടുള്ളത് അവിടുന്നാണ്. When we are using the word Lord, what does it mean? He is the one who is completely responsible over our life. He is the master of our life. ഈ അന്ത്യകാലത്ത് നമ്മൾ ഈ കാര്യത്തിലാണ് കൂടുതൽ ഊന്നേണ്ടത്. And in these end times, that is what we have to focus on. പ്രവർത്തനങ്ങൾ നമുക്ക് വേണം. We need activities to be done in the name of the Lord. കൂടിവരവുകൾ നമുക്ക് വേണം. We need gatherings. അപ്പോൾ തന്നെ വ്യക്തിപരമായി നമ്മുടെ ഹൃദയവുമായുള്ള ബന്ധത്തിൽ കർത്താവ് നമുക്ക് ആരാണ്, കർത്താവിനുള്ള സ്ഥാനം എന്താണ്? But even while you are engaged with all these things, who is the Lord in your life? What is your relationship with Him in your life? That is important. നമ്മൾ കണ്ടത് പല ഭർത്താക്കന്മാരോടൊപ്പം 5 ഭർത്താക്കന്മാരോടൊപ്പം 6-മതൊരു ഭർത്താവായിരിക്കാൻ കർത്താവ് തയ്യാറാവുകയില്ല. What we saw in the previous meeting was, along with the other 5 husbands, including as the 6th husband, Jesus will not be your husband like that. ക്രിസ്തു എന്ന ഏക പുരുഷൻ, Jesus, the only husband. ആ ഏക പുരുഷന് നിർമ്മല കന്യകയായിട്ട് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയും നിർമ്മലതയും മുഴുവനായിട്ട് കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യം. We were meditating on our life to that one husband, and committing our life to that one husband was what we were thinking about. അവിടെ 11-ന്റെ 3-ാമത്തെ വാക്യം അവസാനിക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഈ അന്ത്യകാലത്ത് അല്ലെങ്കിൽ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഏകാഗ്രതയും നിർമ്മലതയും നിങ്ങളെ വിട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. Paul is expressing his fear that in these end times, whether you will get astray from that sincere and pure devotion. He is afraid of that falling and happening in your life. കാരണം ഈ ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ പ്രകടമായ കൽപ്പനാലംഘനം ഒന്നുമില്ലെങ്കിലും, പ്രകടമായ മറ്റു കുഴപ്പങ്ങളില്ലെങ്കിലും വഷളായി പോകും എന്നാണ് പരിശുദ്ധാത്മാവ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. The Spirit of God is written over here that even though nothing explicitly to the eye is visible to all, it is possible that you would be led astray if you don't have that sincere and pure relationship with Jesus. ഇവിടെ ഈ അധ്യായത്തിൽ തന്നെ ഇതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസിന് വേണ്ടി വരുന്ന മറ്റ് പുറമേയുള്ള പലതരത്തിലുള്ള ഉപദ്രവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. Towards the end of this chapter, we can see the many difficulties and persecutions or struggles that he is coming and experiencing from the external circumstances. അതിൻ്റെ ഈ 11-ന്റെ 23 മുതൽ അധ്യായം തീരുന്നത് വരെ 33 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പൗലോസ് തൻ്റെ ഈ ഓട്ടം ഓടി തികയ്ക്കുന്നതിന് തടസ്സമായിട്ട് വന്ന ഈ ലോകത്ത് നിന്ന് പിശാചിൻ്റെതായിട്ട് വന്ന പ്രകടമായ ഉപദ്രവങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. Verses 23 onwards, Paul is telling from the hand of Satan what all are the explicit, visible disturbances or persecutions that he faced in his life. അപ്പോൾ ഒരുപക്ഷെ അന്ത്യകാലത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രത എടുത്തു കളയാനായിട്ട് അവന്
ശ്രമിക്കുമ്പോൾ അതിൽ പരാജയപ്പെട്ടാൽ പുറമേ നിന്നുള്ള ഉപദ്രവങ്ങളും ധാരാളമായിട്ട് അവൻ കൊണ്ടുവന്നേക്കാം എന്നൊരു സൂചനയാണ് ഇതിൻ്റെ 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെതായിട്ട് നമ്മൾ കാണുന്നത്. From Paul's perspective, Paul is telling from 23 onwards, if the devil becomes a failure in bringing a disturbance in your pure and sincere devotion to the Lord, he can use external circumstances to bring disturbance in your Christian life. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ പണ്ടില്ലാത്ത വിധം പലതരത്തിലുള്ള ആ നിലയിലുള്ള ഉപദ്രവങ്ങളും ഭീഷണികളും ഒക്കെ പഴയതിനേക്കാളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. Even with regard to our own land, in comparison to the past times, more amount of threats and difficulties are increasing. That is what we are seeing. ഒരു പ്രാദേശിക സഭ എന്നുള്ള നിലയിൽ ഞാനായിരിക്കുന്ന ഇവിടെയും പുറമേ നിന്നുള്ള ചില ആ നിലയിലുള്ള സർക്കാരിൻ്റെയും ഒക്കെ പല നിലയിലുള്ള, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഭീഷണികളും ഉപദ്രവങ്ങളും ഒക്കെയും അതിൻ്റെ സാധ്യതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായിട്ട് കഴിഞ്ഞു. As a local church, from the local perspective, even from the government's perspective, threats and things like that, I'm not going into the details, but I was able to see some of these developments. പ്രിയപ്പെട്ടവരെ, ഇനിയും കർത്താവിൻ്റെ വരവ് കൂടുതൽ അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊക്കെയും കൂടുതൽ വർദ്ധിച്ചു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Dear ones, as we go more closer to the Lord's coming, all these incidents and circumstances will only be increasing. നമ്മൾ അതുകൊണ്ട് അതിനെതിരെയും നമ്മൾ തയ്യാറെടുപ്പോടെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. So there is a great need that we must be equipped and prepared even for those circumstances. പുറമേ നിന്നുള്ള എന്തെല്ലാം ഭീഷണികളോ ഉപദ്രവങ്ങളോ വന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓട്ടം പൂർത്തിയാക്കണം എന്നുള്ളതിലാണ്. Even though we are having a lot of external difficulties, what we have to give more importance is that we must be concentrating on fulfilling the race that is kept before us. ക്രിസ്തീയ ജീവിതത്തെ അതൊരു ഓട്ടമായിട്ടും പറയുന്ന പൗലോസ് പല ഭാഗങ്ങളിൽ തൻ്റെ ഈ ആഗ്രഹം എടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഓട്ടം തികയ്ക്കണം. Paul, in different places, he is picturizing our Christian life as a Christian race and a runner who is running on that Christian race. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. Hebrews 12:1 is a verse that we are all very familiar with. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. Therefore, since we also have such a great cloud of witness surrounding us, let's rid ourselves of every obstacle and the sin which is so easily entangling us, and let us run with endurance the race that is set before us. ഈ ഓട്ടം ഓടുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഭീഷണികളിലേക്കല്ല നമ്മുടെ നോട്ടം ഉണ്ടാകേണ്ടത്. അതിൻ്റെ 2-ാമത്തെ വാക്യം കണ്ടോ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയിട്ടാണ് ഈ ഓട്ടം ഓടേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. When we are running this race, we shouldn't be looking at the difficult circumstances that is surrounding us, but as mentioned in verse 2, we must be looking at Jesus, the originator and perfecter of the faith. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലും ഇതിനെ ഒരു ഓട്ടത്തെക്കുറിച്ചും താന് ബിരുദ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പൗലോസ് പറയുന്നു. In 1 Corinthians 9, towards the end also,
Paul is telling about the necessity of we being a runner and we being able to receive a reward in that race. അതിൻ്റെ 9:24 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും നമ്മളും ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം നിങ്ങളും ഓടണം എന്നൊക്കെയും അവിടെ പറയുന്നു. നാം വാടാത്ത കിരീടം പ്രാപിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നു. ആ കാര്യങ്ങളും ഓട്ടക്കളത്തോട് ചേർത്താണ് അവിടെ പറയുന്നത്. Comparing our Christian life with the race, it is mentioned in verses 24 onwards, 1 Corinthians 9:24 onwards, the importance of running the race, of receiving a prize, of not losing hope to win that imperishable reward from the Lord. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ പുറത്തു നിന്നുള്ള ഒരു ഭീഷണിയേക്കാളും മറ്റൊരു കാര്യമാണ് അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഓട്ടം പൂർത്തിയാക്കാതിരിക്കാനായിട്ടുള്ള ഒരു അപകടമായിട്ട് പറയുന്നത്. More than the external difficulties, in verse 27, there is one danger that is being pointed out that will prevent us from winning and completing the good race that is set before us. 27-ാം വാക്യം മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. Verse 27 we read like this, but I strictly discipline my body and make it my slave, so that after I have preached to others, I myself will not be disqualified. കണ്ടോ, ഇവിടെ ഈ പുറത്തു നിന്നുള്ള ഭീഷണിയല്ല, ഞാൻ തന്നെ കുറച്ച് കഴിയുമ്പോൾ ആ നിലയിൽ കൊള്ളരുതാത്തവനായി പോവുകയോ അല്ലെങ്കിൽ എൻ്റെ ശരീരം അതിൻ്റെ സുഖാന്വേഷണത്തിൽ പെട്ട് ഞാൻ എൻ്റെ ലക്ഷ്യം മറന്നു പോവുകയോ ചെയ്തേക്കാം. അതിനെതിരെയുള്ള ഒരു ജാഗ്രതയാണ് 27-ാം വാക്യത്തിൽ പറയുന്നത്. In verse 27, Paul is telling that after having run this race, I myself am getting lost in the pleasures of my own body. There is a possibility that I can get astrayed from running this race. That danger is being mentioned by Paul over here. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇതാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:14 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അവിടെ തൻ്റെ ആ കമ്മിറ്റ്മെൻറ്റ് താൻ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. 3:14, ഫിലിപ്പിയർ 3:14. Philippians 3:14, even though all these are there, Paul is again recommitting his life through these words. I press on, Philippians 3:14, I press on toward the goal for the prize of the upward call of God in Christ Jesus. നാമും ഈ നിലയിൽ കമ്മിറ്റഡായിട്ട് നിൽക്കണമെന്നാണ് അവിടെ പറയുന്നത്. നിങ്ങൾ വേറെ വിധമായി ചിന്തിക്കരുത്, നമ്മളെല്ലാവരും ഈ നിലയിൽ തന്നെ ചിന്തിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ ആ നിലയിൽ ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ തൊട്ടടുത്ത 15-16 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. Paul is wanting to rope in and include us also to that commitment, and then he is encouraging us further in verse 15 and 16. അപ്പൊ കണ്ടോ, ഓട്ടം സ്ഥിരതയോടെ ഓടണം എന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. So in Hebrews 12 we saw that the race has to be run with steadiness. പ്രാപിക്കാൻ തക്കവണ്ണം ഓടണമെന്ന് കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നു. In Corinthians we are encouraged that we should run in such a way that we win the prize. ഫിലിപ്പി ലേഖനത്തിൽ ഞാൻ ലാക്കിലേക്ക് ഓടുന്നു, നിങ്ങളും ആ ലക്ഷ്യം വെച്ച് ഓടണം എന്ന് പറഞ്ഞിരിക്കുന്നു. In Philippians, Paul is telling, I am running towards that final destination, and he is encouraging others also to run along with him. അവിടെ താൻ ഫിലിപ്പിയർ 3:14 താൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ ആ ഓട്ടത്തിലേക്കാണ് കൊണ്ടുവന്ന് പൗലോസ് വെക്കുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞാൻ ഏതെങ്കിലും
ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അതെന്ന് പറയുന്നത് ലാക്കിലേക്ക് ഓടുക എന്ന ആ ഒരേ ഒരു കാര്യമാണ് എന്നുള്ള നിലയിൽ ഓട്ടം പൂർത്തിയാക്കുന്നതിനെ ആ നിലയിൽ താന് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ടാണ് ഫിലിപ്പിയർ 3:14 പരാമർശിച്ചിരിക്കുന്നത്. Paul is referring in 3:14 specifically that if there is anything that he is doing, his only one intention is to run towards that one destination. He is showing that he is putting all his effort on that one goal in his life. ഈ നിലയിൽ താൻ ഈ കാര്യത്തെ ഓട്ടം പൂർത്തിയാക്കുന്നതും തികയ്ക്കുന്നതും ആ കാര്യത്തെ ഇത്രയും ഗൗരവമായി എടുത്തത് കൊണ്ട് തനിക്ക് തൻ്റെ അവസാന ലേഖനത്തിൽ പറയാൻ കഴിയുന്നത്, ഞാൻ ആ നിലയിൽ എന്ത് ചെയ്യുന്നു? താന് പറയുന്നു 2 തീമോഥെയോസ് 4:7 ഞാൻ ഓട്ടം തികച്ചു എന്ന് താൻ തൻ്റെ അവസാന ലേഖനത്തിൽ 2 തീമോഥെയോസ് 4:7 പറയുന്നു. Because Paul was putting all his effort and concentrating on that one goal towards the end of his life. In his last letter, Paul is telling in 2 Timothy 4:7, I have fought the good fight, I have finished the course, I have kept the faith. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. He continues to tell in verse 8, in future there is reserved for me the crown of righteousness, which the Lord, the righteous judge, will award to me on that day, and not only to me, but also to all who have loved his appearing. പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ പ്രസക്തമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Dear ones, this verse is pointing at that important thing that is also important and relevant to us. ആ ദിവസം എന്ന് പറയുന്നത് പൗലോസ് എന്ന് പറഞ്ഞതിനേക്കാൾ എത്രയോ അടുത്തിരിക്കുന്നു. That word Paul is using, that day, how much more is that day a very true statement to us today? It is how much more closer. അവിടുത്തെ പ്രത്യക്ഷതയുടെ ആ ദിവസമാണ്. ആ ദിവസം പഴയതിനേക്കാൾ അടുത്തിരിക്കുന്നു. The coming of the Lord is referred to here as that day, and how much more closer we are to it today. അന്ന് നീതിയുടെ കിരീടം എനിക്കായിട്ട് കിട്ടും എന്ന് പൗലോസിന് നല്ല ഉറപ്പുണ്ട്. Paul is so assured that he would receive the crown of righteousness from the Lord's hand on that day. നമ്മുടെ കാര്യമോ? But are you assured that you will receive the crown of righteousness? തീർച്ചയായിട്ടും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും അത് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പൗലോസ് നമ്മളെക്കുറിച്ചുള്ള ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്കും ഈ അന്ത്യകാലത്ത് ഓട്ടം പൂർത്തിയാക്കുന്നതിൽ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും വയ്ക്കാം. When Paul is telling that this is not only for me but also for all who have loved his appearing, Paul is trying to include everyone who has the same desire like him. So let us also commit ourselves like Paul had committed his life to the Lord. ഈ ഓട്ടം തികച്ചു എന്നും അതുപോലെ തന്നെ താന് നല്ല പോർ പൊരുതിയെന്നും ഒക്കെ പറയുമ്പോൾ അത് പലപ്പോഴും പുറമേ ഉള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കും. When Paul is using words like he had run the race and he had won the battle, we can think these are all in the context of some external matters. എന്നാൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചിന്തിച്ചതുപോലെ നമ്മുടെ ഓട്ടം ശരിക്കും പൂർത്തിയാക്കി നമുക്ക് ആ കിരീടം കിട്ടുന്നതുമൊക്കെ നമ്മളും കർത്താവുമായിട്ടുള്ള നമ്മുടെ ഹൃദയബന്ധമാണ് പ്രാഥമികമായിട്ടും കർത്താവ് കണക്കിലെടുക്കുക എന്ന കാര്യം ഇവിടെ നമ്മൾ വീണ്ടും ഓർക്കണം. Like we saw in the earlier message,
what is the Lord really looking at? He is looking at our relationship with the Lord when we are considering the aspect of receiving the crown of righteousness. പലപ്പോഴും വിശ്വാസത്തിൽ നമ്മുടെ കൂടെ വന്നു, നമ്മളൊന്നിച്ച് ചർച്ചിൽ വന്നു, പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴും ഇതെല്ലാം വിട്ട് പിന്മാറിപ്പോയ ചിലരെ കുറിച്ചൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അതുപോലെ പോയിട്ടില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. We can think like this: some other believers who came along with us to start the journey, and now turning back, they have left following this path. You might console yourself thinking that I have not left the way of the Lord. We can think like that to ourselves. കഴിഞ്ഞ ദിവസവും ഞാൻ അങ്ങനെ ഒരു സഹോദരനെ കുറിച്ച് കുറേയേറെ നേരം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ഓർക്കുന്നു. I remember of sitting for some time and praying for one brother like that in my life. എനിക്ക് വളരെ പ്രതീക്ഷയും വളരെ മതിപ്പും ഉണ്ടായിരുന്ന ഒരു സഹോദരൻ. He was a brother about whom I had a lot of hope and I had a lot of respect for. ഒരിക്കല് നമ്മോടൊപ്പം ഇതേ സഭയിൽ തന്നെ ഉണ്ടായിരുന്നു. He was once upon a time with us in the same fellowship. എന്നാൽ പിന്നീട് ഈ സഭ വിട്ട് മറ്റൊരു ആ നിലയിലുള്ള സഭയിൽ താന് മുന്നോട്ട് പോയി. എന്നാലും താന് വിശ്വാസകോളത്തിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. Today he has went and joined along with another fellowship and he is actively living and working for the Lord. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കാനിടയായത് അദ്ദേഹം വിശ്വാസമെല്ലാം വിട്ട് ആ നിലയിൽ ഒരു വളരെ വിശ്വാസത്തിനെതിരെ തൻ്റെ യുക്തിയും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് വാദിക്കുകയും കണ്ടുമുട്ടുന്ന ഏവരോടും ആളുകളെ ആ വിശ്വാസത്തിൽ നിന്ന് താൻ പോയതുപോലെ മാറിപ്പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന യുക്തിചിന്തയുടേതുമൊക്കെയായ ഒത്തിരി ആശയങ്ങൾ പിടിക്കപ്പെട്ട് താൻ അങ്ങനെ ആയിരിക്കുന്നു എന്നാണ് ഞാൻ കേൾക്കാനിടയായത്. The other day I was hearing about that brother that he went into a realm where his thoughts and his ideas were all against the gospel, and he is also encouraging others to think in the same line that he is currently thinking of, going against the way of the Lord. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ പ്രകടമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോ സഭയ്ക്കോ എതിരെ ഒരു നിലപാടെടുത്തില്ലല്ലോ എന്ന് ചിലപ്പോൾ നമ്മൾ താരതമ്യം ചെയ്ത് ആശ്വസിച്ചെന്നിരിക്കാം. Dear ones, what I am trying to tell is, when you are looking at such a person, you might think in your heart, in comparison to that brother, I have not left the church, or I have not gone against and worked against the way of the Lord. We can sit back thinking like this. പക്ഷേ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ ഒരു കാര്യം, ഒരു പിന്മാറ്റം തുടങ്ങുന്നത് മനസ്സിലാണ്, ചിന്തയിലാണ്. അവിടെ നിന്നാണ് അത് സംസാരത്തിലേക്കും പ്രവൃത്തിയിലേക്കും പുരോഗമിക്കുന്നത്. Like we saw in the previous session, backsliding, it has its beginning in our mind, and that thought is what is progressing into a physical act of moving away and walking away from the ways of the Lord. അതുകൊണ്ട് നമ്മൾ ഒന്നാമത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ തന്നെ ജാഗ്രതയോടെ കാക്കണം. So it is primarily very important that we guard the mind and the affections of our heart. ഈ പൗലോസിന്റെ 2 തീമോഥെയോസിലാണ് തൻ്റെ ഒടുവിലത്തെ ലേഖനമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ അടുത്ത് തന്നെ ഈ നിലയിൽ ഒരാളെ കുറിച്ച് പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകും. We saw that 2 Timothy 4 was one of the last statements that Paul had written in one of the last letters. Near to that statement itself, we can see
Paul referring of one individual, and when we read about that individual, it can bring shivers into our heart. ഞാൻ നല്ലപോലെ പൊരുത് ഓട്ടം തികച്ചു എന്നൊക്കെ നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ താഴെ അതിൻ്റെ 4-10 വാക്യം നോക്കുക. Let us look right now at 2 Timothy 4:10. അവിടെ നമ്മൾ കാണുന്നത് ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. We read of Demas, having loved this present world, has deserted me and gone to Thessalonica. ശ്രദ്ധിക്കണേ, ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. Paul is not telling that Demas deserted me and went to Thessalonica. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ ആ സഹോദരനെ പോലെ നമുക്ക് ചിന്തിക്കായിരുന്നു, നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല, പക്ഷേ തെസ്സലോനിക്കയിൽ ചെന്ന് അവിടെ തൻ്റെതായ നിലയിൽ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ ചെയ്യുകയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാമായിരുന്നു. Like I told in the earlier statement, we can think that that brother who left our fellowship, he is not with us, but he is with some other gathering and he is still living for the Lord. We can think like that about Demas had Paul mentioned it like this. എന്നാൽ തെസ്സലോനിക്കയിലേക്ക് പോയി എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് പറയുന്നു, ഈ ലോകത്തെ സ്നേഹിച്ചിട്ട്. But before about Demas, it is mentioned that he went to Thessalonica. Paul is giving that one phrase, he loved this world. കണ്ടോ, താനിപ്പോ തെസ്സലോനിക്കയിലേക്ക് മറ്റൊരു സുവിശേഷ പ്രവർത്തനത്തിന് പോയതല്ല, മറിച്ച് താൻ ഈ വിശ്വാസഗോളം തന്നെ വിട്ട് പിന്മാറ്റത്തിലേക്ക് പോയി പൗലോസിനോടൊപ്പം 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ദൈവഭൃത്യൻ ദേമാസ്. Here it is mentioned that he went to Thessalonica not for preaching the gospel, but he, like Paul, was one brother who stood for the Lord and worked for the Lord. He went in a different motive to Thessalonica. ഇവിടെ നമ്മൾ ദേമാസിനെ കുറിച്ച് നമ്മൾ കാണുന്നത് വേറെയും 2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. We can read about Demas like this in some other verses also. ഫിലേമോന്റെ പുസ്തകം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ ദേമാസിനെ കുറിച്ച് കാണുന്നു. In Philemon, we read about Demas like this. ഫിലേമോൻ 24-ാമത്തെ വാക്യത്തിൽ എൻ്റെ കൂട്ടുവേലക്കാരായ മർക്കോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേമാസ്, ലൂക്കോസ് ഇവരുടെ പേരൂടെ കൂടെ പറയുന്നു. It is written about Demas like this in Philemon, verse 24, and Mark and Aristarchus, Demas, he is mentioned along with Philip, Luke, all are fellow members. That is one reference where Paul is telling about Demas. അപ്പോൾ അന്ന് ദേമാസ് പൗലോസിനോടൊപ്പം തൻ്റെ കൂട്ടുവേലക്കാരനായിട്ട് ഒപ്പം കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. While Paul was writing this letter, Demas was one fellow worker who labored along with him for the Lord. AD 60-61 വർഷങ്ങളിലാണ് ഈ പുസ്തകം എഴുതിയത്, ഈ ലേഖനം എഴുതിയത്, ഫിലേമോൻ എഴുതിയത് എന്നാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത്. The Bible scholars have mentioned the letter of Philemon was written somewhere around AD 60 and 61. എന്നാൽ അത് കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞ് AD 61-62 കാലഘട്ടത്തിൽ കൊലോസ്യ ലേഖനം എഴുതുമ്പോൾ അവിടെയും ദേമാസിനെ കുറിച്ച് പറയുന്നുണ്ട്. After 1 year, maybe around 61-62, again Demas is being referred in the letter by Paul in Colossians. കൊലോസ്യർ 4:14 നോക്കുക. Let us turn to Colossians 4:14. അവിടെ പറയുന്നു, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും വന്ദനം ചെയ്യുന്നു, നിങ്ങളെ വന്ദനം ചെയ്യുന്നു. We read like this, Luke, the beloved physician, and Demas also. Over there, both of them together are giving the greetings. കണ്ടോ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണേ, അതിൻ്റെ
ഫിലേമോനിൽ നമ്മൾ എഴുതിയപ്പോൾ ദേമാസിന്റെ പേര് ഒന്നാമത് പറഞ്ഞിട്ട് ലൂക്കോസിന്റെ പേര് അതിനെ തുടർന്നാണ് പറയുന്നത്, രണ്ടാമതാ പറയുന്നത്. Uh, ഫിലേമോൻ in in the letter of Philemon, Demas' name was taken first and then followed by brother Luke. But when it came to Colossians, we see the order reversing where ആ, Luke is being referred first and then Demas is being mentioned. എന്ന് മാത്രമല്ല, ലൂക്കോസിനെ കുറിച്ച് പ്രിയ ലൂക്കോസ് എന്ന് പറയുന്നു, ദേമാസിനെ കുറിച്ച് പ്രിയ എന്നൊന്നും ഒരു വിശേഷണം നമ്മൾ അവിടെ കാണുന്നില്ല. കൊലോസ്യർ 4:14. In Colossians 4:14, not only Luke's name is being mentioned, there is a suffix that is mentioned, beloved physician. But such a suffix or such a speciality is not given to the name of Demas in 4:14. എന്നിട്ട് ഇതാ അടുത്ത ലേഖനം അടുത്ത വർഷം AD 62, 64 കാലഘട്ടത്തിൽ 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് 2 തീമോഥെയോസ് എഴുതുമ്പോൾ ഈ ദേമാസിനെ കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയ്ക്ക് പോയി. After 2 years, maybe around 62, 63 or 64, when Paul is mentioning about Demas, it is mentioned that he has left the Lord's ways and he went away. കണ്ടോ, 3 വാക്യങ്ങളിൽ ഒരാളുടെ ജീവചരിത്രം കോറിയിട്ടിരിക്കുന്നതാണ് ദേമാസിനെ കുറിച്ച് ഇപ്പം നമ്മൾ വായിച്ചത്. We saw 3 verses which is stitched together, which is telling the testimony of the life of that man. അതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, പേരുകൾ മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. എങ്കിലും നമുക്ക് വരികൾക്കിടയിലൂടെ ദേമാസിന്റെ പിന്മാറ്റത്തിന്റെ ഒരു ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. No incidents or any descriptions are mentioned in these 3 verses, but we can read between the lines and find out the backsliding that was happening in the life of Demas. ആദ്യത്തെ ലേഖനത്തിൽ ഫിലേമോനില് ദേമാസ് കഴിഞ്ഞിട്ടാണ് ലൂക്കോസിന്റെ പേരുള്ള ദേമാസ്, ലൂക്കോസ് ഇവരെല്ലാം കൂട്ടുവേലക്കാര് എന്നുള്ള നിലയിൽ ദേമാസിനെ ലൂക്കോസിന് മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. In the book of Philemon, we just saw that Paul had put Demas first and then followed by the name Luke. എന്നാൽ 1 വർഷം കൂടെ കഴിഞ്ഞ് കൊലോസി ലേഖനം എഴുതിയപ്പോ ഇവിടെ ഇതാ ലൂക്കോസ് ആദ്യം വന്നു എന്ന് തന്നെയല്ല, ലൂക്കോസിന് പ്രിയ എന്നൊരു വിശേഷണമുണ്ട്. ദേമാസ് അതിന് പുറകിൽ പോയി. ദേമാസിന്റെ ആ പിന്മാറ്റം ഒരളവിൽ തിരിച്ചറിഞ്ഞത് കൊണ്ടാകാം ദേമാസിനെ പൗലോസ് രണ്ടാമതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതുപോലെ പ്രിയ എന്നൊരു വിശേഷണം അവന് കൊടുക്കാതിരുന്നത് എന്നൊക്കെ നമുക്ക് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. By 1 year going by, when Paul was writing the book of Colossians, we see Luke is now being put forward and he is also specially addressed as beloved. And at the same time, maybe Paul started realizing the backsliding that was occurring in his life of Demas. He is telling about Demas and he's putting him next after Luke, and no special word is being addressed to the life of Demas. എന്നിട്ട് ഇതാ ഒടുവിലത്തെ ലേഖനം 2 തീമോഥെയോസിൽ വരുമ്പോൾ നിർഭാഗ്യകരമായ ഒരു പ്രസ്താവന നമ്മൾ കാണുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. Very sad to tell about the life of Demas. When Paul is writing the last letter, he is telling about Demas having loved this present world, he has deserted me and gone. That is how Demas is being referred. പ്രിയപ്പെട്ടവരെ, ദേമാസിന്റെ ഈ പിന്മാറ്റം അല്ലെങ്കിൽ ഈ ഒരു വിട്ടുപോക്ക് ആരംഭിച്ചത് എവിടെയാണ്? തീർച്ചയായിട്ടും അത് ഹൃദയത്തിലാണ് ആരംഭിച്ചത്, മനസ്സിലാണ് ആരംഭിച്ചത്. Dear ones, this backsliding in the life of Demas, where did it all begin?
surely it would have started in his mind first. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മലകന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ മനസ്സ് ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് മെല്ലെ മെല്ലെ വഷളായി പോകാനിടയായി. അതിൻ്റെ ഒടുവിൽ ലോകത്തെ സ്നേഹിച്ചിട്ട് വിട്ടുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. It is mentioned that as we read earlier in Corinthians, that our mind is being deceived and it is slowly being led astray from the sincere and the pure devotion to Christ. That is what happened. നമ്മൾ എന്നാൽ ഈ ദേമാസിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്ന മറ്റ് ചിലരുടെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഭയത്തോടെ വായിക്കുമ്പോൾ സന്തോഷമായിട്ട് നമുക്ക് തോന്നുന്നത് അവരെക്കുറിച്ചൊന്നും അങ്ങനെ ലോകത്തെ സ്നേഹിച്ചെന്നോ വിട്ടുപോയെന്നോ ലൂക്കോസിനെ കുറിച്ചോ മർക്കോസിനെ കുറിച്ചോ ഒന്നും പൗലോസ് രേഖപ്പെടുത്തുന്നില്ല. When we are reading with a sense of fear about the life of Demas and we are looking into the lives of others who were previously mentioned by Paul, no other such description or discouraging things are mentioned about Mark or Luke or any other brothers. അതിൻ്റെ വേറെ ദേമാസിനോട് ചേർത്ത് തെസ്സലോനിക്കയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ക്രേസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ഡെൽമാത്യയ്ക്കും പോയി എന്ന് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവരെ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് പോയതായിരിക്കാം എന്ന് നമുക്ക് അവർക്കൊരു അലവൻസ് കൊടുക്കാം. ദേമാസിനെ പോലെ അത്രയും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവരെക്കുറിച്ച്. We can think that when Paul was mentioning about Demas specifically, that he went to Thessalonica, about the others we can give a space of allowance about the other brothers, that they did not backslide in their life with regard to their Christian life. എന്നിട്ട് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് എൻ്റെ കൂടെ ഉണ്ടെന്നും മർക്കോസ് എനിക്ക് ഉപയോഗമുള്ളവനാണെന്നും ഒക്കെ ഇവിടെ തീമത്യോസിനെ ലേഖനം എഴുതുമ്പോൾ പറയുന്നു. In 2 Timothy, referring to Luke, he is telling that and the others are of help and benefit to Paul, is what Paul is specifically mentioning. എന്നാൽ അതിനെ തുടർന്ന് അതിൻ്റെ തീമത്യോസിനോട് തന്നെ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് ചില കാര്യങ്ങൾ പറയുന്നതൂടെ നമുക്ക് ശ്രദ്ധിച്ചിട്ട് നമുക്ക് വീണ്ടും പ്രധാന വിഷയത്തിലേക്ക് മടങ്ങി വരാം. 4:13. 2 Timothy 4:13. Let us look at what are the other things that Paul is specifically advising to Timothy, and then we will go back. തീമത്യോസിന് എഴുതുന്ന ഈ അവസാന ലേഖനത്തിൽ താൻ അതിൻ്റെ അവസാന ഘട്ടത്തിൽ 4-ാം അധ്യായത്തിൻ്റെ, അതാണല്ലോ അവസാനത്തെ അധ്യായം, അതിൻ്റെ 13 പറയുന്നു, ഞാൻ ത്രോവാസിൽ വെച്ചേച്ചു പോയ പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. Paul, we know this is the last letter that has been written by Paul. He's telling to Timothy like this in verse 13, when you come, bring the overcoat which I left at Troas with Carpus and the books, especially the parchments. ഇവിടെ വേദപണ്ഡിതന്മാർ ഈ ഓരോ വാക്കിനെ കുറിച്ചും വളരെ ഭംഗിയുള്ള പല വിശദീകരണങ്ങൾ നൽകാറുണ്ട്. The Bible scholars, about each of these words that Paul mentioned in this verse, gives beautiful descriptions. അപ്പോൾ തീമത്യോസ് ഉടനെ തന്നെ ജയിലിലായിരിക്കുന്ന പൗലോസിനെ കാണാനായിട്ട് വരും. Timothy, it is mentioned that it is hoped that he will come very soon to see Paul, who is in the jail right now. വരുന്ന ഉടനെ നീ എനിക്ക് പുതയ്ക്കാനായിട്ട് പുതപ്പ് കൊണ്ടുവരണം, ഞാൻ വെച്ചേച്ച് പോകുന്ന പുതപ്പ് എടുത്തുകൊണ്ട് വരണം. Paul is telling to Timothy, when you are coming to see me in jail, don't forget to bring my overcoat.
ഒരുപക്ഷെ ഈ ജയിലില് ഈ പറഞ്ഞതുപോലെ തണുപ്പൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ പുതപ്പ് കൊണ്ടുവരുന്നെങ്കിൽ തനിക്ക് ശരീരത്തിന് പ്രായമായപ്പോൾ അത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് പുതപ്പ് കൊണ്ടുവരുന്ന കാര്യം പൗലോസ് തീമത്തിയോസിനോട് പറയുന്നു. Probably because Paul is more older right now, bringing that overcoat will keep him warm in that jail. So he is reminding Timothy, please bring that overcoat. രണ്ടാമത് പുസ്തകങ്ങൾ കൊണ്ടുവരുന്ന കാര്യം പറയുന്നു. Second, he is reminding Timothy to bring the books. താന് വായിക്കുകയൊക്കെ ചെയ്യുന്ന സെക്യുലറായ പുസ്തകങ്ങളെ കുറിച്ചാണ് അത് എന്നാണ് വേദപണ്ഡിതന്മാര് പറയുന്നത്. The secular books that Paul used to read is what that word is referring to, is what the scholarly people tell. എന്നാൽ ചർമ്മലിഖിതം എന്ന് പറയുമ്പോൾ അത് സുവിശേഷത്തിന്റെ പ്രതികളോ അതുപോലെ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ചർമ്മലിഖിതങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. But the word parchments, scholarly people tell, they refer to the Gospels or those writings about the Word of God, those related writings. അവിടെ കണ്ടോ പൗലോസ് പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. The words that is used over here, we can look at it one more carefully. Bring the overcoat, bring the books. But when it comes to parchments, he is telling especially the parchments. എന്ന് വെച്ചാൽ പുതപ്പും പുസ്തകങ്ങളും കൊണ്ടുവന്നില്ലെങ്കിലും നീ ചർമ്മലിഖിതം കൊണ്ടുവരുന്ന കാര്യമാണ് പ്രധാനം എന്നാണ് ആ വിശേഷാൽ എന്നുള്ള പ്രയോഗം ചർമ്മലിഖിതത്തിന് തൊട്ടു മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Because the word especially is used in relation to parchments, Paul is telling, even if you don't bring the books and even if you don't bring the overcoat, that is okay, but you must bring the parchments. That is more important to him. That is the indication. കണ്ടോ, ദൈവവചനങ്ങൾക്കും ദൈവിക കാര്യങ്ങൾക്കും പൗലോസ് കൊടുത്തിരുന്ന മുൻഗണന ഈ ഒരു കൊച്ചു പ്രയോഗത്തിൽ നിന്ന് നമുക്ക് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. Can you see the weightage that Paul gave in his life for the Word of God and the things that are relating to the Word of God? We can see it by reading between the lines of this one statement from Paul's letter. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇത് പൗലോസിന്റെ അവസാന ലേഖനമാണെന്ന് പറഞ്ഞല്ലോ. Dear ones, we just mentioned that this was the last letter that Paul is writing. എന്നാൽ നമ്മൾ ഒരു 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 ദൈവദാസൻ തൻ്റെ ഭാവനയിൽ ഈ കാര്യം വെച്ചിട്ട് ഒരു ഭാവന എഴുതിയിരിക്കുന്നത് ഞാൻ നേരത്തെ എവിടെയോ വായിക്കാനിടയായത് ഞാൻ ഓർക്കുന്നുണ്ട്. I have read about a writing by a godly man about his picturization about Paul like this. തീമത്യോസിന് ഈ ലേഖനം കിട്ടിയപ്പോൾ തന്നെ തീമത്യോസ് വിചാരിച്ചു, അയ്യോ പാവം പൗലോസ് പ്രായമായി അവിടെ കിടക്കുകയാണ്, ജയിലിൽ കിടക്കുകയാണ്, എത്രയും വേഗം എനിക്ക് പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതവും കൊണ്ടുവരണമെന്ന് തീമത്യോസ് മനസ്സിൽ ചിന്തിച്ചു. As soon as the picturization by that godly man, it goes like this. As soon as Timothy received this letter from Paul, he was very eager, thinking that Paul might be old and I have to at the earliest take the book and the overcoat and the parchments to Paul at the earliest. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഭാവനയിൽ തീമത്യോസ് പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് വലിയ ഗൗരവം കൊടുക്കാതെ തൻ്റെ ദൈനംദിന കാര്യങ്ങളും അവിടുത്തെ ചില കാര്യങ്ങളിലും ഒക്കെ മുഴുകി കുറച്ച് ദിവസം കഴിഞ്ഞാണ്, കുറേ നാളുകൾ കഴിഞ്ഞാണ് ജയിലിലേക്ക് ചെന്നത് എന്നാണ് അദ്ദേഹം ഭാവനയിൽ എഴുതിയിരിക്കുന്നത്. So in that picturization by the godly man, he was writing like this. Even though Paul had an eagerness when he received the letter, because he got engaged with his daily things in the place where he was living, Timothy is only going to meet Paul after many days. That is what happened in his thinking. തീമത്യോസ് അങ്ങനെ ഒരാളല്ല, നമുക്കറിയാം.
അദ്ദേഹം പൗലോസ് വളരെ ബഹുമാനിച്ചിരുന്നതും സ്നേഹിച്ചിരുന്നതുമായ ചെറുപ്പക്കാരനാണ്. തീമത്യോസ് ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് നമുക്കറിയാമെങ്കിലും ഈ ദൈവദാസന് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഭാവന പറയുന്നത്. സങ്കല്പിക്കുക, വെറുതെ ഒന്ന് സങ്കല്പിക്കുക. തീമത്യോസ് നിശ്ചിത സമയത്ത് ചെന്നില്ല, കുറച്ച് താമസിച്ചാണ് ഇതൊക്കെയായിട്ട് ചെന്നത് എന്നിരിക്കട്ടെ. That man of God was only imagining. We know personally that Timothy is not a person who will delay a request like that from Paul, whom he really loved. But the man of God, through this imagination, is trying to convey a particular point. So let us imagine for a moment that Timothy delayed in meeting Paul. ഏതായാലും തീമത്യോസ് താമസിച്ച് താൻ ആ ജയിലിൽ ചെല്ലുന്നു. So, in the imagination, that brother is thinking Timothy is reaching Paul with all these things after some delay of time. അവിടെ ചെന്നിട്ട് ജയിലിൽ ചെന്നിട്ട് അന്വേഷിക്കുന്നു, ഇവിടെ പൗലോസ് എന്നൊരാളുണ്ടല്ലോ, അദ്ദേഹത്തിനുള്ള പുതപ്പും പുസ്തകങ്ങളും ഒക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയാ വന്നേക്കുന്നത്. So Timothy in his imagination is going to the jail, and he is inquiring, there is a man called Paul over here, and I have brought his overcoat and his books to deliver to him. അപ്പോൾ ആ ജയിലർ ഉടനെ തൻ്റെ രജിസ്റ്ററൊക്കെ പരിശോധിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ആ ഭാവനയിലുള്ളത്. So in that imagination of that brother, it is told like this: the jailer looked at the people in his jail and he spoke like this, is what the imaginative story goes. ഓ, നിങ്ങളുടെ പൗലോസ് കഴിഞ്ഞ 14-ാം തീയതി അദ്ദേഹത്തെ പാനീയയാഗമായിട്ട് ആ നിലയിൽ തലവെട്ടി കൊന്നല്ലോ, കഴിഞ്ഞ 14-ാം തീയതി ആയിരുന്നു എന്ന് പറയും. So the jailer is, after looking through his description, is telling to Timothy like this: are you referring to Paul, who last 14th was actually offered up as a drink offering and he was killed? ഓ, അതിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ 4:6, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തീമത്യോസ് താമസിച്ച് ചെന്നാൽ പൗലോസിനെ ആ നിലയിൽ രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെട്ടു, ഇനിയിപ്പോൾ ഈ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഈ ചർമ്മലിഖിതമോ അല്ലെങ്കിൽ ഈ പുതപ്പോ വാങ്ങാൻ പൗലോസ് ഇല്ല. ഇത് കേട്ടാൽ തീമത്യോസിനുണ്ടാകുന്ന ഒരു ഷോക്ക് ഒന്ന് ആലോചിച്ചു നോക്കുക. Paul has already referred in his letter to Timothy in 2 Timothy 4:6 like this: I am already being poured out as a drink offering, and my time of my departure has come. Paul has already mentioned like this to Timothy. Now picturize in your mind how and what a shock Timothy would have received in his life when he realizes the fact that the books and the coat and all that he brought, that Paul, for whom he brought it, is no longer alive in this world. What shock it would have been to Timothy. തീമത്യോസിന്റെ ജീവിതകാലം മുഴുവൻ ആ നിലയിൽ അതൊരു വലിയ ഭാരമായിരിക്കും. എൻ്റെ ഗുരുനാഥൻ പൗലോസിന് അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്ത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് സമയത്ത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ അലംഭാവം മൂലം ഞാൻ താമസിച്ചു പോയല്ലോ എന്നുള്ള കുറ്റബോധം ജീവിതത്തിലുടനീളം തീമത്യോസിനെ വേട്ടയാടി കാണും. ഇതാണ് ആ ഭാവനയിൽ പറയുന്നത്. What that man of God, through his imagination, was trying to convey was Timothy would have been haunted, or he would have been disturbed by this fact that it is because of my laziness or my lack of commitment I was not able to make all these last desires of Paul, my great teacher. That would have been such a saddening thing in his entire life. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചും ഇതുപോലെ ഒരു അന്ത്യകാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ
ചെയ്യേണ്ടത് നമ്മൾ യഥാസമയം ചെയ്യാനായിട്ട് നമ്മൾ ആ നിലയിൽ ഗൗരവമുള്ളവരായിരിക്കണം എന്നതാണ് ഈ ഭാവനയിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ചിന്ത. The lesson that we have to learn from this imaginative story of that godly man is we who are living in these end times must be eager to do what is expected out of us when time is in our hand. ആ, ഏഹ്, ഇവിടെ നമ്മൾ കണ്ടത് ദേമാസ് എന്ന് പറയുന്ന പൗലോസിന് കൂടെ ഉണ്ടായിരുന്ന ആ ദൈവഭൃത്യൻ ലോകത്തെ സ്നേഹിച്ചിട്ട് വിട്ടുപോയി. We saw earlier Demas, who was a godly man who was with Paul. He loved the world and deserted Paul. ആ പിന്മാറ്റം ആരംഭിച്ചത് ഹൃദയത്തിലാണ്. That backsliding in the life of Demas began in his heart. നമ്മുടെ ഹൃദയത്തിൽ ആ ഏകാഗ്രതയും നിർമ്മലതയും പോയാൽ അവസാനം ദൈവം നമ്മളെ സംരക്ഷിച്ചില്ലെങ്കിൽ ദേമാസിന് അത് സംഭവിച്ചാൽ നമ്മളും ഈ നിലയിലുള്ള ഒരു വലിയ ഒരു അപകടത്തിൻ്റെ നിന്ന് നമ്മളും ഒഴിവുള്ളവരല്ല എന്ന ജാഗ്രത നമുക്ക് ഈ സമയത്ത് എടുക്കാം. Let us take this guard in our life that if the Lord does not protect, like Demas, we can also go astray from the Lord during these end times. അതുപോലെ തന്നെ നമ്മൾ ഈ തീമത്യോസിനെ കുറിച്ചുള്ള ഭാവനയിൽ നിന്ന് നമ്മൾ കണ്ടതുപോലെ ഇതൊരു അന്ത്യകാലഘട്ടമാണെന്നും കാര്യങ്ങൾ വളരെ വേഗം മാറുമെന്നും മനസ്സിലാക്കി നമ്മൾ സഹായിക്കേണ്ടവരെ സഹായിക്കുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യാതെ നമ്മൾ കാലതാമസം വരുത്തരുത്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വന്നേക്കും എന്നൊരു ചിന്തയും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. Let us also take this story from the imagination of that brother with regard to Timothy, that we are in the end times and whatever we are supposed to do when time is in our hand, let us do. Otherwise, we will also have regrets like Timothy that we couldn't do what we were supposed to do. ഈ അന്ത്യകാലത്ത് ഹൃദയത്തിൽ പിശാച് ഹവ്വായെ വഞ്ചിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തെയും വഞ്ചിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ സെഷനിൽ കണ്ടല്ലോ. പൗലോസിന് പുറമേ നിന്നുണ്ടായ ആ നിലയിലുള്ള ഉപദ്രവങ്ങൾ തനിക്കുണ്ടായി എന്ന് പറയുന്നത് പോലെ ചിലത് നമുക്ക് സംഭവിക്കാം എന്നുള്ള ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. We also saw the possibility, like what we saw when the devil sees that he couldn't trick us like he was able to trick Eve, he could employ external difficulties and threats to dissuade us from the way of the Lord. We saw of that possibility in our earlier message. അങ്ങനെ വന്നാലും നമ്മൾ എന്താ വേണ്ടത്? കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിള് വായിക്കുമ്പോൾ ഒരു ഭാഗം എനിക്ക് പ്രത്യേകമായിട്ട് ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാനായിട്ട് ഇടയായി. If an external difficult situation is coming to us to dissuade us from the way of the Lord, I was able to read one verse in my Bible reading the other day like this, of what we are supposed to be doing. നമ്മൾ 1 തീമോഥെയോസ് 2-ാം അധ്യായം 12-ാമത്തെ വാക്യം നോക്കുക. 1 Timothy chapter 2 verse 12. അവിടെ നമ്മൾ കാണുന്നത്, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. തീമോഥെയോസിന് പൗലോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉത്ബോധനമാണിത്. Brother, ആ reference ഒന്ന് പറയാമോ? 1 Timothy 2-ന്റെ 1-2 വാക്യങ്ങൾ. 1 Timothy chapter 2 verses 1 and 2. We read like this. First of all, I urge
that request, prayers, intercessions, and thanksgiving be made in behalf of all people, for kings and all who are in authority, so that we may lead a tranquil and a quiet life in all godliness and dignity. This was the encouragement that I received. കണ്ടോ, എല്ലാവർക്കും വേണ്ടി നന്ദിയും സ്തോത്രവും പ്രാർത്ഥനയും വേണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്? രാജാക്കന്മാരെയും അധികാരസ്ഥന്മാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. When it is mentioned over here that we must be thankful for all, in that all who is also being included the kings and also for those who are in authority. ഈ അധികാരസ്ഥന്മാരാണ് പൗലോസിനെ ആ വാളുകൊണ്ട് കൊന്നതും രക്തസാക്ഷിയാക്കിയതും ഈ പീഡനങ്ങളെല്ലാം അഴിച്ചുവിട്ടതും എന്നോർക്കണം. അവർക്ക് വേണ്ടി നന്ദി പറയാനും പ്രാർത്ഥിക്കാനും പൗലോസ് തീമോഥെയോസിനോട് പറയും. It is these people who are in authority who have killed and persecuted Paul, and Paul is exhorting Timothy to pray and to give thanks for these very same authorities. പ്രിയപ്പെട്ടവരെ, കണ്ടോ, ഒരുപക്ഷെ അധികാരത്തിലിരിക്കുന്നവരോ ഒക്കെയും ഈ അന്ത്യകാലത്ത് വിശ്വാസികളെ പീഡിപ്പിക്കുകയും സഭയെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്താലും നമുക്ക് അവരോട് വൈരാഗ്യപ്പെടാനോ അവരെ ഹൃദയത്തിൽ ശപിക്കാനോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടി നന്ദി പറയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. Dear ones, even though that those who are in authority, even if they are persecuting us or making our life difficult, we are not allowed to curse them or to desire ill for them, but we are exhorted to pray for them and give thanks for them. പ്രിയപ്പെട്ടവരെ, ഇന്ന് പത്രങ്ങളോ മാധ്യമങ്ങളോ ഒക്കെ നമ്മൾ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മളായിരിക്കുന്ന ആ നാട്ടില് ഈ നിലയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുന്ന പലരും ക്രിസ്തീയതയ്ക്കെതിരായിട്ട് നിൽക്കുന്നതിൻ്റെ കുറച്ചും ഒക്കെയുള്ള വിവരങ്ങൾ വരും. പക്ഷേ അതൊക്കെ വായിക്കുന്നത് അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനും അവർക്ക് നന്ദി പറയാനും ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അവരെക്കുറിച്ച് നമ്മളൊരു ഉള്ളില് ഒരു ഗ്രഡ്ജ്, അവരെക്കുറിച്ച് ആ നിലയിൽ ഒരു പകയോ കയ്പോ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് അനുവാദമില്ല. When we read the newspapers and when we glance through all the informations, we can see more and more of maybe such discouraging situations to the people of faith. But we are not allowed and we are not supposed to hold any grudge for any people who are doing these things to us. Instead, we have to pray and give thanks for each one of them. കണ്ടോ, എല്ലാവർക്കും വേണ്ടി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മുടെ ഓഫീസിലെ ബോസ് ആയിരിക്കാം, നമ്മളെ കുറിച്ച് തിന്മ പറയുന്ന അയൽക്കാരനായിരിക്കാം, ആരായാലും എല്ലാ മനുഷ്യരെ കുറിച്ചും നന്ദിയുള്ളവരായിട്ട് നമ്മളായിരിക്കണം എന്ന ആ ഭാഗം പറയുന്നു. This verse is telling all. We have to be thankful for all of them, be it our boss in the office or be it any authority that is over us. We must be thankful for all of them. ഇത് വെറുതെ ഒരു ഭംഗി വാക്ക് ഒരു AC റൂമിൽ ഇരുന്ന് എഴുതുന്ന ആളല്ലിത്. ഇത് പൗലോസ് ധാരാളം പീഡനങ്ങൾ സ്വയം ഏറ്റുവാങ്ങുകയും ഒരു രക്തസാക്ഷി മരണത്തിന് മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ തന്നെ താൻ എഴുതുകയാണ്, എല്ലാവർക്കായിട്ടും നമ്മൾ നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയുമാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വേണ്ടേ? ഈ മാധ്യമങ്ങളിലെ പല കാര്യങ്ങളും വായിച്ച് നമുക്ക് ആർക്കെതിരെയും ഒരു ഗ്രഡ്ജോ ഒരു കയ്പോ പകയോ വെച്ച് പുലർത്താൻ നമുക്ക് അവകാശമില്ല എന്നല്ലേ ആ കാര്യം പറയുന്നത്? Paul is not sitting in an AC room and giving some advices, but he has gone through this persecution. He is even seeing
in front of him the opportunity of he being martyred. When we look at Paul like that, then are we also not called upon to have the same attitude that he had? പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ആളുകൾ മാത്രമല്ല, നമുക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾക്കായിട്ടും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Paul is not only telling of the individuals to be thankful, but it is also written that we must be thankful for all the circumstances that God is arranging in our life. എഫേസ്യ ലേഖനം 5:20 നോക്കുക. Ephesians 5:20. അവിടെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും ദൈവവും പിതാവുമായവന് സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. We read like this: always giving thanks for all things in the name of the Lord Jesus Christ, our God and Father. എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടി. Always and for all things. എല്ലാവർക്കും വേണ്ടി നന്ദി പറയുകയും എല്ലാറ്റിനായിട്ടും ഏത് സാഹചര്യത്തിനായിട്ടും നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പരാതിയോ പരിഭവമോ കയ്പോ പകയോ നമ്മളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ ഹൃദയത്തിൽ താലോലിക്കാൻ അനുവാദമില്ല. When it is mentioned in the word of God, all people, all circumstances, we are not allowed to pamper or feed any grudge or hatred. Any grudge or any hatred against any of the circumstances or the people around us. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കുഞ്ഞിനെ കുറിച്ചൊരു ചെറിയൊരു കഥ കേട്ടിട്ടുണ്ട്. Dear ones, I have heard about a story like this about a small child. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അവളുടെ പഠനമേശ അത് തടി കൊണ്ടുള്ള ഒരു പഠനമേശയാണ് അവളുടേത്. She is a child who is studying in a 2nd standard and her study table is made out of wood. അപ്പോൾ അവളുടെ പിതാവ് പറഞ്ഞു, മോളെ, ഞാൻ നിന്റെ ഈ സ്റ്റഡി ടേബിള് ഞാനൊന്ന് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ഇത് ഭംഗിയാക്കി നല്ലതാക്കി തരാം എന്ന് പറഞ്ഞു. So the father told the child, I will take some sandpaper and I will polish it and make your study table a little more better. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി സാൻഡ് പേപ്പർ കൊണ്ടുവന്ന് ആ പണി തുടങ്ങാനായിട്ട് നേരത്തെ ഒരു ഫോൺ വന്ന് അദ്ദേഹം അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. When he was just getting ready to use the sandpaper and polish the table, he got a phone call and he went to attend the call. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞ് ചെന്ന്, അവള് സാൻഡ് പേപ്പർ ഇതേവരെ കണ്ടിട്ടില്ല, ചെന്ന് ഇത് എടുത്തു നോക്കി. അതിൻ്റെ ഒരു വശത്ത് തൊട്ടപ്പം ഭയങ്കര പരുപരിപ്പും ഭയങ്കര ആ നിലയിൽ കൈയൊക്കെ മുറിഞ്ഞു പോകുന്ന പോലെ അവൾക്ക് തോന്നി. This small 2nd-year-old child has never seen a sandpaper in her life. She went and took this sandpaper and saw that one side of the sandpaper was very hard and very rough and it can even bruise her hand. അവളപ്പോൾ ഓടിച്ചെന്ന് ഡാഡിയോട് പറഞ്ഞു, ഡാഡി, ഈ സാൻഡ് പേപ്പർ ഇട്ട് എൻ്റെ മേശയിൽ ഉരയ്ക്കരുത്, അതിന് നോവും എന്ന് പറഞ്ഞു. So she went running to her father and told, don't rub this sandpaper on my table because it will hurt my table. അപ്പോൾ പിതാവ് പറഞ്ഞു, മോളെ, നീ ഒരു ഇതിൻ്റെ അകത്ത് ഇടപെടണ്ട, ഞാൻ അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നീ അതൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. So the father responded back to the child telling, you don't now get involved in what I am going to do. When I am finished, you see the final outcome. അദ്ദേഹം ആ മോളെ അമ്മയുടെ അടുത്ത് മാറ്റി അടുക്കളയിൽ വിട്ടിട്ട് അദ്ദേഹം വന്ന് ഈ സാൻഡ് പേപ്പർ കൊണ്ട് ഈ മേശ മുഴുവൻ, പരിവരുത്ത മേശ മുഴുവൻ അദ്ദേഹം പിടിച്ച് പോളിഷ് ചെയ്തു. The father took the daughter and gave her into the hand of the mother and came back and took the sandpaper, which is very rough, and polished the whole table with that sandpaper.
അത് പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോളെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവൾ തൊട്ട് നോക്കിയപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി. After having finished the polishing work, the father came back with the daughter and showed her the final table. And when she saw it, she was very happy. പ്രിയപ്പെട്ടവരെ, കഥ ഇവിടെ അവസാനിക്കുന്നു. നമ്മളെ സംബന്ധിച്ചുള്ള കാര്യം തുടർന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Dear ones, the story ended over here, but in relation to how it applies to us is what I want to tell. നമ്മളെ ഉപദ്രവിക്കുന്ന അധികാരസ്ഥരോ മറ്റുള്ളവരോ ആളുകളോ രാജാക്കന്മാരോ ഒക്കെ ആ നിലയിലെ പരിപരുത്ത സാൻഡ് പേപ്പർ പോലെയാണ്. അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളും ഇതുപോലെയുള്ള ആ സാൻഡ് പേപ്പർ പോലാണ്. All the difficult people in authority or the rulers or the circumstances that we do not like, you can compare them with the sandpaper of this story. നമ്മൾ വിചാരിക്കും ഇതിട്ട് നമ്മളെ ഉരസിയാൽ നമുക്ക് വലിയ പ്രയാസമായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഈ സാൻഡ് പേപ്പറിൻ്റെ മഹത്വം അറിയുന്ന പിതാവ് അതിനെ ഉപയോഗിച്ച് നമ്മളെ ഏറ്റവും മനോഹരമായ പോളിഷ് ചെയ്ത് സുന്ദരമായ ഒരു മേശയാക്കി തീർക്കാൻ വേണ്ടിയാണ് ഈ സാൻഡ് പേപ്പർ ഉപയോഗിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ എടുക്കേണ്ട പാഠം. The lesson that we have to learn from this story is, even though this sandpaper is very rough, God, who knows what the sandpaper can do by polishing the table and complete that table into a very finished good product, that is the essence that we have to learn from this story. നമ്മളെ കൂടുതൽ നന്നാക്കാനും നമ്മളെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഏകീഭവിപ്പിക്കാനുമാണ് ഈ നിലയിലുള്ള വിഷമകരമായ സാഹചര്യങ്ങളും ആ നിലയിലുള്ള തെറ്റായി പെരുമാറുന്ന മറ്റുള്ള ആളുകളെയും ദൈവം ഒരു സാൻഡ് പേപ്പർ പോലെ നമ്മെ നന്നാക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. We have to realize that God is using the difficult circumstances and those who are reacting to us in a bad manner so that we can be made more and more perfect. That is God's intention. ഇത് നമ്മൾ മനസ്സിലാകുമ്പോൾ നമ്മൾ 1 തീമോഥെയോസ് 2 ആദ്യ വാക്യങ്ങളിൽ പറഞ്ഞതുപോലെ അധികാരസ്ഥർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും നന്ദി പറയാൻ കഴിയും. When we understand or when we get a revelation on this, then we can tell thanks as we were exhorted in 1 Timothy to tell a thank you for everyone in authority and for every difficult circumstances. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ നിലയിൽ നമുക്ക് ദൈവം നമ്മൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഈ സാൻഡ് പേപ്പറിനൊക്കെ ആയിട്ട് നമുക്ക് നന്ദിയുള്ളവരായിട്ടായിരിക്കാം. Dear ones, let us really be thankful for all the sandpapers that God is using in our life. കർത്താവിനോട് നമുക്കൊരു നിർമ്മല കന്യകയ്ക്കുള്ളതുപോലെ ഒരു ഹൃദയബന്ധം ഉണ്ടായിരിക്കണം. We must ensure that we have a sincere and a pure relationship with Jesus. ആ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് മറ്റുള്ള മനുഷ്യരോടും സാഹചര്യങ്ങളോടും നമ്മൾ ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം തന്നെ നമ്മൾ പുലർത്തുന്നവരായിരിക്കണം. From that knowledge, let us have the same attitude towards others. ദേമാസിനെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ ഹൃദയത്തിലെ മനസ്സിലാണ് തുടങ്ങിയത് എന്ന് നമ്മൾ കണ്ടതുപോലെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ജാഗ്രതയോടെ സൂക്ഷിക്കാനായിട്ടും നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Just like we saw that it was in the mind that Demas started to backslide and how the devil dissuaded him in the wrong way, let us be careful and be alert that that danger does not happen in our life. ഇതൊരു അന്ത്യകാലമാണെന്ന് തിരിച്ചറിഞ്ഞ് ഓട്ടം തികയ്ക്കുന്നതിലും
അതുപോലെ തന്നെ ലാക്കിലേക്ക് ഓടുന്നതിലുമൊക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ വയ്ക്കാം, നമുക്ക് മുന്നോട്ട് പോകാം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. Realizing that we are living in the end times, let us really commit our heart to the Lord and let us run the race before us. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May the Lord really bless you with these words. ആമേൻ. Amen.